സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാം. ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ, അതായത് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ഞാൻ പഠിക്കുന്നത്, അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിംഗ് കോമ്പറ്റീഷൻ നടന്നു. ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ. പിന്നെ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ നിവർത്തിയില്ല. എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട, അതൊക്കെ വലിയ അമച്ചർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണം കിടണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതിക്കില്ല. അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുകൊണ്ടായാൽ രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട. ഒന്ന് മിസ്റ്റർ ആനൂർ കേശവൻ നായർ, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ ഒരാള് എന്റെ വേറെ സ്നേഹിതൻ മിസ്റ്റർ വേലപ്പൻ നായർ, അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റില് 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് രൗദ്രം, ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവള് വേറെത്തിനായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറെ ഷൗട്ട് ചെയ്ത് കുറെ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോരായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞതാ. അപ്പൊ തോന്നി തട്ടി വിട്ടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം ഈ SP പിള്ള മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് എത്തിയപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരായി ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ C. പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്? When I will give a letter, you will see a gentleman.